ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് രാവിലെ 3 മണിയാണ് കേട്ടോ. 3 മണിക്ക് നമ്മൾ ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കുന്നത് ഇഞ്ചി ഇട്ടിട്ടാണ് ചായ, ഇഞ്ചി ചായ എന്ന് പറയും. അതിൻ്റെ കൂടെ ഞാനൊരു ഏലക്കയും കൂടി ഇട്ടു കേട്ടോ. നോർത്ത് ഇന്ത്യൻസിന് ഏറ്റവും ഫേവറേറ്റുള്ളത് മസാല ചായയാണ്. പക്ഷെ അതിനകത്ത് ഗ്രാമ്പൂ, കറുവാപ്പട്ട ഒക്കെ ഇട്ടിട്ട് മസാലയാണ് ഇടുന്നത്. നമ്മൾ അത്ര ഇടത്തില്ല. ഞാനൊരു ഇഞ്ചിയും ഏലക്കയും മാത്രം ഇട്ടാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കുന്നത്. തണുപ്പത്ത് നമ്മൾ മസാല ചായ ഉണ്ടാക്കും കേട്ടോ. അതിന് ഭയങ്കര ഫ്ലേവറാണ്. ഇതൊരു ഏലക്കയുടെ കൂടെ ഇഞ്ചിയുടെയും കൂടെ ഒരു സ്വാദ്, ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. സാധാരണ ചായ ഉണ്ടാക്കുന്നതിലും എനിക്കിഷ്ടം ഇങ്ങനത്തെ ചായ കുടിക്കാനാണ് രാവിലെ. അപ്പം നമ്മളിന്ന് പതിവ് ജിമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ വെള്ളമൊന്നും കുടിച്ചില്ല, നേരെ ചായ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു 4:30 ആകുമ്പം ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നടക്കുമോ നടത്തില്ല, കാരണം നമ്മളിനിയും ചായയൊക്കെ കുടിച്ച് കുളിച്ച് ഫൈനൽ പാക്കിങ്ങിൻ്റെ അതൊക്കെ നോക്കി ഇറങ്ങുമ്പോൾ നോക്കാം. പറ്റിയാൽ 4:30 തന്നെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് മീൻസ് പൂജാമുറിയിൽ ലൈറ്റൊക്കെ ഇട്ട് ഇനി അത് ചായ കൊണ്ട് മുകളിലോട്ട് പോകണേ. അപ്പം നല്ല ഇരുട്ടാണ്, 3 മണി ആകുമ്പോൾ പിന്നെ ഇരുട്ടാണല്ലോ അല്ലേ. അപ്പം ഇപ്പം നമ്മളുടെ സമയം എന്ന് പറയുന്നത് 3:52 ആയിട്ടുണ്ട്. ഇത്ര സമയം ഇപ്പം തന്നെ 4, അപ്പം 4:30 പോക്ക് നടക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ വെളിയിലിറങ്ങി നോക്കി, ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ ഇത്രയും വെളുപ്പിന് 4 മണി ആവാറായി, എന്നിട്ടും നല്ല ചൂടുള്ളൊരു വെതർ തന്നെയാണ് കേട്ടോ. രാത്രിയിൽ മഴ പെയ്യുമെന്ന് ഓർത്ത്, പക്ഷേ പെയ്തില്ല, കാറ്റ് പോലും ഇല്ല, നല്ല ചൂടായിട്ട് തന്നെ നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു മൂടി വന്നിട്ട് രാവിലെ ആകുമ്പോഴെങ്കിലും ഒരു തണുപ്പുള്ളതാണ്. ഇപ്പോൾ അതിൽ ഈ 9 ദിവസത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചൂടുള്ള സമയമാണ്, നമുക്ക് ഇരിക്കാനേ പറ്റത്തില്ല എ സി ഒന്നും ഇല്ലാതെ. അങ്ങനെ നമ്മൾ 5 മണിയായപ്പോഴാണ് കേട്ടോ ഇറങ്ങാനായിട്ട് പോണത്. അതിപ്പോൾ നല്ല വെട്ടം വന്നു, 5 മണിയായപ്പോൾ നല്ല വെട്ടം വരുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ സീറ്റൊക്കെ മാറ്റി വെച്ചിട്ട് അത് അവിടെ ലഗേജ് വെക്കാനായിട്ട്, ഇപ്പം ഗോപുവൊക്കെ വരുമ്പോഴും അവർക്ക് ലഗേജ് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീറ്റൊക്കെ മാറ്റി വെച്ചിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം 5:20 കേട്ടോ. അപ്പോൾ 5:20 സമയം കണ്ടാൽ നല്ലതായിട്ട് വെളുത്ത പോലെയാണ്. 5:20 ആയിട്ടുള്ളൂ. അപ്പം ഇത് ആഗ്ര വൃന്ദാവൻ നല്ല യമുന എക്സ്പ്രസ് വേ ആണ്, നല്ല റോഡ്സാണ്, ഒരു കുഴപ്പമില്ല. 365 കിലോമീറ്റർ ഉണ്ട്. ഇത് ടേക്സ് 5 hours എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എത്ര രാവിലെ ആണെങ്കിലും ഇപ്പം നമ്മളവിടെ ഒരു 10:30 ആകുമ്പോൾ ചെല്ലാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെല്ലുക. ആദ്യം നമ്മൾ 5 മണിക്കൂർ എന്തായാലും എടുക്കും. നമ്മുടെ ഇടയ്ക്കൊരു ചായ കുടിക്കാൻ ഇറങ്ങണം. ഇവിടെ നിന്നൊരു ചായ കുടിച്ചെങ്കിലും ഇടയ്ക്കൊരു ചായയും കൂടെ ഒക്കെ കുടിക്കുമല്ലോ. അപ്പം അങ്ങനെ യാത്ര പോവാണ് കേട്ടോ. അപ്പം അമ്മയും വീട്ടിലുണ്ട്, മോനും വരുന്നില്ല, അമ്മയ്ക്ക് ആരെങ്കിലും കൂട്ടുവേണം. പിന്നെ ലിയോയും നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി. രാവിലെ ഇറങ്ങുമ്പോൾ ട്രക്കുകാരുടെ ഭയങ്കര ഒരു ഉണ്ട് കേട്ടോ. എപ്പോഴും ട്രക്സ് ആയിരിക്കുമല്ലോ കൂടുതൽ. ഇപ്പം പക്ഷേ റോഡ്സൊക്കെ നദി ഫസ്റ്റ് ടോളാണ് കേട്ടോ. എനിക്കൊന്ന് 4 ടോളുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും റോഡൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമുക്ക് പോകാനായിട്ട് രാവിലത്തെ ട്രാവൽ എപ്പോഴും രസമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൂടെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു സുഖമില്ല, നല്ല ഗ്രീനറിയൊക്കെ കണ്ട്, അതില്ല കേട്ടോ. എന്നാലും നമ്മുടെ രാവിലത്തെ എപ്പോഴും ട്രാവലിനൊരു ത്രില്ലുണ്ടല്ലോ. എനിക്കിഷ്ടമാണ് കേട്ടോ വെളുപ്പിനെ ട്രാവൽ. കാരണം 4 മണിക്ക് ഇറങ്ങുമായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. 4 മണിക്ക് ഇറങ്ങുമായിരുന്നു നമുക്ക്. ഇപ്പോൾ പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നല്ല ചൂടായിരിക്കും. ചൂടായതുകൊണ്ട് കുറച്ച് റഷ് കുറവായിരിക്കും. പക്ഷേ വൃന്ദാവനിൽ നമ്മുടെ ഗുരുവായൂരെ കാര്യം പറഞ്ഞ പോലെയാണ്, ഒരിക്കലും റഷ് കുറവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വൃന്ദാവനിൽ പോകുന്ന അത് ഏറ്റവും ലാസ്റ്റാണ് കാണാനായിട്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും നമ്മൾ അങ്ങനത്തെ ഭക്തി വൃന്ദാവനിലെ അത് കാണണം എന്നുള്ള ഒരു ആഗ്രഹമില്ല. അത് ഞാൻ ട്രാവൽ ഇട്ടിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ 2-3 മിനിറ്റാണ് അവിടെ പോയ കാര്യം ഇട്ടേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച് എത്തുന്നവരെ ഉള്ള വീഡിയോ ആണ് ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോവാണ്. പോയ വഴിക്ക് തന്നെ കുറച്ചങ്ങ് ചെന്നപ്പോഴത്തേനും തന്നെ എനിക്ക് തോന്നുന്നു ഒരു 6-7 ആവുന്നുള്ള പരാശയുടെ പറഞ്ഞ് നമുക്കൊരു ചായയും കൂടെ കുടിച്ചേക്കാം. അപ്പോൾ ചായ കുടിക്കാനായിട്ട് അവിടെ ഒരു ഢാബയാണല്ലോ. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഢാബയാണ് കേട്ടോ, ഹൈവേസിൽ കിട്ടുക. അപ്പോൾ ചായയുടെ കൂടെ ഒരു പക്കോടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പനീറിൻ്റെ പക്കോടി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു വേണ്ട, പനീർ എങ്ങനത്തെ എന്നറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഉള്ളിയുടെ പക്കോടി മതി എന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എത്ര രാവിലെ ഇറങ്ങിയാലും നല്ല ചൂടൊക്കെ ഉണ്ട്. 7 മണിയായിരുന്നു. സൂര്യനെ നോക്കിയാൽ ഭയങ്കര ചൂട്. എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും 11 മണിയാവും. നല്ല ചൂടായിരിക്കും എന്തായാലും, നോക്കാം. പക്ഷെ പിന്നെ നമ്മൾ അവിടുന്ന് 2 മണിക്കൂറേ ഉള്ളൂ. വൃന്ദാവനിൽ ആഗ്ര പോകാൻ 2 മണിക്കൂറേ ഉള്ളൂ. പിന്നെ രാത്രി നമ്മളെ ഗോപു വരത്തുള്ളൂ. റിലാക്സ് ഉറങ്ങാം.
പനീറിൻ്റെ പക്കോട ഉണ്ടാക്കാത്തതെന്ന് വെച്ചാൽ എപ്പോഴും പനീർ ഫ്രഷ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വയറിലെല്ലാം അപ്സെറ്റ് ആയി. ഉള്ളിയാകുമ്പോൾ നമുക്ക് പേടിക്കണ്ടല്ലോ. ഉള്ളിയാകുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് ഉള്ളി കട്ട് ചെയ്തു നമ്മുടെ കടലമാവിനകത്ത് മുളക് പൊടിയും ഉപ്പ് കായം ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. പിന്നെ എന്തോ ഒരു മസാല അവരിടുന്നുണ്ട്, നമുക്കറിയത്തില്ല എന്താണെന്ന്. അപ്പം അയാളുടെ ആദ്യത്തെ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു കേട്ടോ. നേരം വെളുത്തിട്ട്, സാറിന് രാത്രി മുഴുവൻ ഡാബ് തുറന്നിരിക്കും, നേരം വെളുത്തിട്ട് രാവിലത്തെ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് കണ്ടു. അപ്പോൾ ഐശ്വര്യൻ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിയുടെ പക്കോടയും ചായയും ഒക്കെ കുടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല ചൂടാകുമ്പോൾ നല്ല എനിക്ക് പക്ഷേ നോർത്ത് ഇന്ത്യക്കാരുടെ ഡിഷസൊന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട്, പക്ഷേ ഇപ്പോൾ ചായയോടെ ഇത് രസമുണ്ട് കേട്ടോ. പക്കോടയും കൂടെ കഴിച്ചിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ കണ്ടാൽ നമ്മളെ വെളിയിൽ നിന്ന സമയം കൊണ്ട് തന്നെ വിയർത്തോട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂട്. അത് പിന്നെ ഇപ്പോൾ എപ്പോഴും ചൂടെന്ന് പറയണ്ടല്ലോ അല്ലേ. പിന്നെ നമ്മൾ ഗുരുവായൂർ പോലെയാണ് കേട്ടോ. വൃന്ദാവനിൽ നമ്മളൊന്ന് പോകണമെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ 1 മാസമായിട്ട് വിചാരിക്കുന്നു, പക്ഷെ നടന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊന്ന് പോകാറുണ്ട് കേട്ടോ. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഭഗവാൻ വിളിക്കുന്ന സമയത്തേ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. എപ്പോൾ ചെന്നാലും തിരക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രൈഡേ ആണ് ചെല്ലുന്നത്. അപ്പം എന്തായാലും എത്ര തിരക്കായാലും പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇല്ല കേട്ടോ. ലൈനായിട്ടൊന്നുമില്ല. നല്ല ഒരു അകത്തോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ഇടിയാണ്. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഒരു ടെൻഷനുണ്ട്. എനിക്കെപ്പോഴും റഷ് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇടിച്ച് തള്ളി തൊടാനായിട്ട് എനിക്ക് ഭയങ്കര പേടി. ഗുരുവായൂരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പം ലൈനായിട്ട് നിന്നിട്ടാണല്ലോ പോകുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് അകത്തോട്ട് ചെല്ലുന്ന സമയമാകുമ്പോഴത്തേനും ഭയങ്കര ഒരു റഷ് വരും. അതെനിക്കൊരു ഭയങ്കര പേടിയാണ്. അപ്പോൾ അവിടെ ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിമയാണ് കേട്ടോ. ബാഖ്യ ബിഹാരി എന്നാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, എളിയിൽ ഇങ്ങനെ കൈ കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു നല്ല രസമാണ് കേട്ടോ. അത് ഭയങ്കര ശക്തി. വൃന്ദാവൻ അറിയാമല്ലോ അല്ലേ, 12 വയസ്സ് വരെ അവിടെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ പോയി എന്നുള്ളതാണല്ലോ പറയുന്നത്. ദ്വാരകയിലിട്ട് മധുരയിൽ കംസനെ കൊല്ലുന്നൊക്കെ ആ ഏജാണല്ലോ. അപ്പോൾ ആ സമയത്ത് അവർ യമുന ക്രോസ് ചെയ്തെന്നും വൃന്ദാവനിൽ വരുമായിരുന്നു. വൃന്ദാവനിൽ വെച്ച് രാധയായിട്ട് കാണുമായിരുന്നു, കളിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണല്ലോ സങ്കല്പം. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പം വൃന്ദാവൻ രാധയുടെ അമ്പലം വേറെയുണ്ട്, ബർസാന എന്ന് പറഞ്ഞ്. അവിടെ മുഴുവൻ അമ്പലങ്ങളാണ് കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ ബാക്കി ബിഹാരി മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി ബിഹാരി എന്ന് പറയുന്നത് ഭഗവാന്റെ ടോഡ്ലർ സ്റ്റേജ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഓട്ടോ എടുത്ത് ഇടോട്ട് പോകാൻ അങ്ങ് വരെ അമ്പലത്തിൻ്റെ അവിടം വരെ പോകത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതിൻ്റെ ബാക്കി വൃന്ദാവനെ തൊഴുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊഴുതിറങ്ങിയിട്ട് നമ്മൾ നേരെ ആഗ്രയ്ക്ക് പോകണം. 1.5 മണിക്കൂർ എടുക്കത്തുള്ളൂ ആഗ്രയിൽ. അപ്പം നമ്മൾ ഏർലി ചെക്കിനൊന്നും ചോദിച്ചിട്ടില്ല, കിട്ടുമായിരിക്കും എന്ന് വെച്ചങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്ര എത്തിയപ്പോൾ ഒരു 1:15 കഴിഞ്ഞപ്പോൾ നമ്മൾ ആഗ്ര എത്തി. 3 മണിക്കാണ് ചെക്കിൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ 1:30 ആയപ്പോൾ ഹോട്ടലിൽ ചെന്നപ്പോൾ അവർ ചെക്കിനൊക്കെ സമ്മതിച്ചു കേട്ടോ. കുറച്ച് നേരം പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ചെക്കിൻ കിട്ടി. അപ്പോൾ നമുക്കൊരു കോർണറിലെ റൂമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവർ വരുമ്പോഴത്തേനും. അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് റൂംസ് തരണമെന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റൻറ്റ് റൂംസ് തന്നു കേട്ടോ. അഡ്ജസ്റ്റൻറ്റ് റൂംസും തന്നു. പിന്നെ ഇത്രയും വലിയ റൂമും ആയിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ രാവിലെ അപ്പം നമ്മൾ ആ പക്കോടി കഴിച്ചുള്ളത് ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ വൃന്ദാവനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ലസ്സി കുടിച്ചു കേട്ടോ. ഞങ്ങൾ 2 പേരും അത് മാത്രമാണ് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി ഒന്ന് കുളിക്കണം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഉടനെ കുളിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ചൂടത്ത് നമുക്ക് പറ്റത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ കാലയിൽ ചെരുപ്പിടാതെയൊക്കെ നടന്നതും ഒക്കെ അല്ലേ. അപ്പോൾ എന്തായാലും കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങണം എന്നുള്ള പ്ലാനാണ്. കാരണം വെളുപ്പിനെ എഴുന്നേറ്റ് രാത്രി നമ്മൾ കിടന്നപ്പോൾ തന്നെ 12 ആയെന്ന് എനിക്ക് തോന്നുന്നു. 2:30 ആയപ്പോൾ തൊട്ടേ എനിക്കൊരു കുഴപ്പമുണ്ട്. അലാം വെച്ചിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കും. ഞാൻ 3 മണിക്ക് അലാം വെച്ചിട്ടുണ്ട്. എന്നാൽ 2 മണിയാകുമ്പോൾ പിന്നെ നോക്കിയപ്പോൾ 2:30 ആ ഉറക്കം അങ്ങ് ഡിസ്റ്റർബ് ആവും. എനിക്ക് എന്തോ അലാമിൻ്റെ വിശ്വാസം ഇല്ലാത്ത പോലെയാണ് എനിക്ക്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? നമ്മളിങ്ങനെ അലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കുമോ? എൻ്റെ മിക്കവാറും നമ്മൾ നാട്ടിൽ പോകുന്നതോ ആണെങ്കിലും എവിടെ പോകണമെങ്കിൽ ഈ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് ആണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഉറങ്ങത്തേ ഇല്ല. 10 പ്രാവശ്യം മൊബൈലെടുത്ത് നോക്കും ടൈം എത്രയായെന്ന്. അങ്ങനെ പറഞ്ഞ് നമ്മൾ റേഡിസൺ ആയിരുന്നു. അവിടെ എത്തി. ഈ ഹോട്ടൽ ആദ്യം നമ്മൾ പണ്ട് എനിക്കൊന്ന് 2015 ആ സമയത്ത് നമ്മൾ പോകുമ്പം ഇത് 4 പോയിൻറ്റ്സ് ബൈ ഷെരട്ടൺ ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ ആദ്യം സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 വർഷം കഴിഞ്ഞ് പിന്നെ ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വന്നപ്പോൾ റെഡിസൺ ആയിരുന്നു ബുക്ക് ചെയ്തത്. എന്നിട്ട് വന്നപ്പോൾ ഇതിനകത്തോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതെങ്ങനെ മാറിപ്പോൾ, ഇത് ഷെരട്ടൺ ആണല്ലോ. അയ്യോ അത് എങ്ങനെ എഴുതിയേക്കുന്നത് റെഡിസൺ ആണല്ലോ. പിന്നെ നമ്മളവിടെ ലോബിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഷെരട്ടൺ റെഡിസൺകാർ ടേക്ക് ഓവർ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിൻ്റെ സെറ്റിങ്ങിലൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് അതിശയമായിപ്പോൾ ഇത് സെയിം ഹോട്ടൽ അങ്ങനെ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഷെരട്ടൺ അവർ റെഡിസൺകാരെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോർണറിലുള്ള റൂമായിട്ട് നല്ല വലിയ റൂം. അതായത് ഒരു എക്സ്ട്രാ നമുക്കൊരു ഡൈനിങ് ടേബിൾ പോലത്തെ ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ട്. അത്രയും ആ സ്പേസ്
ഇങ്ങോട്ട് വന്നത്. ഏറ്റവും ലാസ്റ്റ് റൂമിനുള്ള ഒരു ഫെസിലിറ്റി ആയിരുന്നു കേട്ടോ. അപ്ഗ്രേഡ് കിട്ടിയ ഒരു സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ. കാരണം നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ളെങ്കിൽ നമുക്കൊരു അപ്ഗ്രേഡ് കിട്ടുക, ഒരു ഭയങ്കര വിചാരിക്കുന്നതിനേക്കാളും ഒരു ഇച്ചിരി കൂടെ നല്ലൊരു റൂം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. എനിക്ക് സ്പെഷ്യലി അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പം എനിക്ക് എവിടെയാണെങ്കിലും ഫ്ലൈറ്റിലാണല്ലോ നമ്മൾ പോകുമ്പോൾ ഒരു അപ്ഗ്രേഡ് കിട്ടുക, അല്ലെങ്കിൽ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു അപ്ഗ്രേഡ് കിട്ടുക, അതെനിക്ക് ഭയങ്കര, അതായത് പറഞ്ഞറിയിക്കുന്നതിലും കൂടുതലൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ റൂമിലെത്തി ഞാൻ പറഞ്ഞല്ലോ ഇനി ഒന്ന് കുളിക്കണം, ഭക്ഷണം കഴിക്കണം, പിന്നെ കിടന്നുറങ്ങണം. അത് കഴിഞ്ഞ് രാത്രി അവരുടെ ഫ്ലൈറ്റ് ഓൾറെഡി ലേറ്റാണ്. 6:15 ലാൻഡ്. ആദ്യം കാണിച്ചു 4:30, പക്ഷേ ഇപ്പോൾ പറഞ്ഞ 6:15 ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ എങ്ങനെയാണെങ്കിലും 10:30, 11 ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10:30 വരെ ഇവിടെ ഡിന്നറുള്ളൂ. നമ്മൾ കോംപ്ലിമെൻ്ററി ഡിന്നറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഫുഡ് കുറച്ചെടുത്ത് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാമപ്പ് ചെയ്ത് തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 11 മണി. വെളിയിൽ നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ, അകത്തെല്ലാം കെട്ടിടങ്ങളാണ്. ഇവർ റൂഫ് ടോപ്പിൽ നിന്ന് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഞാൻ വൃന്ദാവനിൽ ആ ഗലി കൂടെ പോയി അതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ, അത് എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടേക്കാണ്. നമ്മുടെ സാധാരണ ചെറിയ ചെറിയ ഗലി അത് തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഇവിടെയൊന്നും അത്ര റഷ് കണ്ടില്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഇതേ പോയില്ലേ, നമ്മുടെ ഈ റിക്ഷയിലാണ് കേട്ടോ പോകുന്നത്. ഇത് വൃന്ദാവൻ്റെ യമുനാ നദിയാണ്. യമുനാ നദിയുടെ തീരത്തോടെയാണ് നമ്മളിങ്ങനെ. വലിയൊരു പാർക്കിംഗ് ഏരിയാസ് ഒത്തിരി ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഏരിയ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമ്മൾ ഈ റിക്ഷ പിടിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ അവിടെ വൃന്ദാവനിലൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതില്ലേ നമ്മുടെ കണ്ണാടി ഭയങ്കരമായിട്ട് അവിടുത്തെ കുരങ്ങന്മാരെടുത്തോണ്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുമ്പോഴേ കുരങ്ങൻ്റെ ശല്യം നന്നായിട്ടുണ്ട്, പക്ഷേ ഉച്ചയായിട്ട് അത്ര ഇല്ലെന്ന് തോന്നുന്നു. അവർ പറയും എളുപ്പം കണ്ണാടി വെച്ചോ, കണ്ണാടി എടുത്തോണ്ട് പോയിട്ട് മേളിൽ കയറിയിരിക്കും. പിന്നെ നമ്മൾ പഴമോ ഫ്രൂട്ടിയോ ഒക്കെ എറിഞ്ഞ് ചിലപ്പോൾ ഒടിച്ച് കുറച്ച് അങ്ങനെ കുരങ്ങൻ്റെ ശല്യം ഏത് സാധനങ്ങളായിട്ട് വന്നാലും ബാഗിൽ മുകളിലോട്ട് എവിടെയൊക്കെ ഇരിക്കുന്ന തരത്തിൽ നമ്മുടെ മുഖത്തോട്ട് അങ്ങ് ചാടും. ഇപ്പം കേട്ടോ ഇത് റഷ് ഇല്ലാത്ത ഒരു അവസ്ഥ, വൃന്ദാവൻ്റെ അവസ്ഥയാണ് കേട്ടോ. നമ്മളിങ്ങനെ അങ്ങോട്ട് എൻട്രി നിൽക്കുന്ന വെളിയിൽ കൈ കൊടുക്കുന്ന ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ്. അങ്ങനെ അതിനകത്തൂടെ റഷിനകത്തൂടെ ഞാൻ എടുത്താണ് കേട്ടോ വീഡിയോ. അങ്ങനെ തൊഴുതു. പക്ഷെ നന്നായിട്ട് അടുത്ത് പോയി തൊഴുതു ഒരു 2 മിനിറ്റ് നിൽക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിങ്ങിൽ തിരിച്ചു വന്നു. പാർക്കിംഗ് ഉണ്ട്, ഇതുപോലത്തെ ഭയങ്കര കുറേ പാർക്കിങ്സ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന്. അതായത് അടുത്തടുത്ത് തന്നെ അവിടെ നമുക്കൊരു 3 കിലോമീറ്റർ ദൂരത്തിൽ ഈ റിക്ഷയിൽ പോയാലാണ് അമ്പലത്തിലെത്തുക. അപ്പം നമ്മളങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോയതായിരുന്നു. അത് പക്ഷേ വണ്ടി നമുക്ക് അകത്തെ ആ റൂഫുള്ളിടത്ത് കിട്ടിയില്ല. അതുകൊണ്ട് വണ്ടി നല്ല ചൂടായിട്ട് കിടക്കുകയായിരിക്കും അല്ലേ എന്നല്ല, ഭയങ്കര ചൂടായിട്ട് കിടക്കുകയായിരുന്നു. കുഴപ്പമില്ല. ഇവിടുന്ന് 1.5 മണിക്കൂർ 1 hour 40 minutes കൊണ്ട് ഞങ്ങൾ ആഗ്രഹം എത്തി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളത് ആദ്യത്തെ ഞാൻ കാണിച്ചായിരുന്നല്ലോ, എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. നമ്മളിതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുമെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ യമുനാ നദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.